ഓക്കെ, അപ്പോൾ യു ബോട്ട് സെസ്സിയുടെ ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗ്രാവിറ്റേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാവിറ്റേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഗ്രാവിറ്റേഷൻ നമുക്കറിയാം, എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് അതർ ബോഡീസ് ബൈ എ ഫോഴ്സ് കോൾഡ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡികളും എല്ലാ വസ്തുക്കളും എന്താണ് ഒരു പ്രത്യേക ഫോഴ്സ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോഴ്സ് തന്നെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എർത്തിൽ അനുഭവപ്പെടുന്ന ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് എർത്തിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ച ആരായിരുന്നു? ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ആപ്പിൾ താഴെ വീഴുന്നു, അപ്പോൾ അതെന്തുകൊണ്ട് താഴെ വീഴുന്നു ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എന്തിലേക്ക് എത്തുന്നത്, ഗ്രാവിറ്റേഷനിലേക്ക് എത്തുന്നത് എന്നൊക്കെ ഒരു സ്റ്റോറി നമ്മൾ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നോക്കാം. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ഫോഴ്സ് നമ്മൾ എക്സാമ്പിൾ എഫ് എന്ന് പറയാം. ഈ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. രണ്ട് ബോഡീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ M1 എന്ന് പറഞ്ഞിട്ടൊരു ബോഡി ഉണ്ടായിരിക്കും, M2 എന്ന് പറഞ്ഞിട്ടൊരു ബോഡി ഉണ്ടായിരിക്കും. ഇത് തമ്മിലുള്ള സെപ്പറേഷൻ R ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഈ രണ്ട് ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടായിരിക്കില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അതിനൊരു റിലേഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇതിൻ്റെ രണ്ടിന് മാസിൻ്റെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിൻ്റെ കൂടെ വേറെ എന്തുകൂടെയാണ്? ഇത് തമ്മിലുള്ള സെപ്പറേഷൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ബോഡീസ് അകന്നകന്ന് പോകുമ്പോൾ ഈ ഒരു ഫോഴ്സ് കുറയും. സോ താഴെ R² എന്ന് വരും. അതായത് ഈ ഒരു ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്? നമ്മുടെ തന്നിട്ടുള്ള രണ്ട് ബോഡീസിൻ്റെ മാസിൻ്റെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണലാണ്. അതുപോലെ ഇതിൻ്റെ തമ്മിലുള്ള സെപ്പറേഷന്, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാനായിട്ടാണ് G എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് വരുന്നത്. അപ്പോൾ F is equal to G into M1 M2 by R² എന്ന് വരും. ഈ ജീൻ്റെ വാല്യൂയാണ് 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg². ഓക്കെ, ഈ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ whenever an object fall towards the earth under earth's gravitational force alone. അതായത് ഇപ്പോൾ ഒരു മരത്തിൽ നിന്നും ഒരു മാവിൽ നിന്ന് ഒരു മാങ്ങ വീണു, അല്ലെങ്കിൽ പ്ലാവിൽ നിന്ന് ഒരു ചക്ക വീണു. ഓക്കെ, ഇതൊക്കെ എന്താണ്? വേറെ ഒരു ഫോഴ്സ് ഇല്ലാതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രമായിട്ട് താഴേക്ക് വീഴുന്നതാണ്. ഇങ്ങനെ വീഴുന്നതിനാണ് എന്ത് പറയുക? ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് സാധനം കുറച്ച് ഹൈറ്റിൽ നിന്ന് എന്തെങ്കിലും വലിച്ചെറിയുകയാണെങ്കിൽ അതൊരിക്കലും ഫ്രീ ഫോൾ ആവില്ല, കാരണം നമ്മൾ എറിയുന്ന ഫോഴ്സും കൂടെ അതിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കയ്യിൽ നേരെ പിടിച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇടുകയാണെങ്കിൽ ജസ്റ്റ് റിലീസ് ആണെങ്കിൽ അത് പോകുന്നത് എന്തായിരിക്കും? അത് താഴേക്ക് വീഴുന്നതും എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ആ ഫോഴ്സ് കാരണമായിരിക്കും. അപ്പോൾ അങ്ങനെ വീഴുന്നതിനാണ് എന്ത് പറയുക? ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇനി വരുന്ന കൺസെപ്റ്റാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലെങ്കിൽ G എന്ന് പറയും. സ്മോൾ ലെറ്റർ G കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഈ G എന്ന് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് താഴോട്ട്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം മാത്രമായിട്ട് എന്തെങ്കിലും താഴേക്ക് വീഴുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയും. അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് കാരണം എന്തെങ്കിലും താഴെ വീഴുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ താഴേക്ക് വരുമ്പോൾ ആ ഫോഴ്സ് കാരണം അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും, അല്ലേ? ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്, ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാണ്, ഒരു മോഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരു ഫോഴ്സ് അതിനെ വലിക്കുകയാണ് താഴേക്ക്. സോ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്ത് കാരണമാണ് ആ ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നത്? ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് G. ഈ Gൻ്റെ ഇക്വേഷൻ വരുന്നത് Gm/R². ഈ G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ G എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസാണ്. ഈ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. താഴേക്ക് വീഴുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസോ ഷേപ്പോ അതിൻ്റെ മാസോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ
ഇവിടെ എന്താ നമ്മൾ എത്ര വെയിറ്റ് ഉള്ള ഒരു അയൺ ബോൾ എടുത്തിട്ടും ഒരു പ്ലാസ്റ്റിക് ബോൾ ഒന്നിച്ചെടുത്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയം താഴേക്ക് വീഴും. രണ്ടും താഴെ പതിക്കുന്നത് ഒരേ സമയത്തായിരിക്കും. ഈവൻ ഒരു തൂവൽ എടുത്തിട്ട് നമ്മൾ താഴേക്ക് ഇടുകയാണെങ്കിൽ പോലും അവിടെ വിസ്കോസ് എയർ റെസിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ എയർ റെസിസ്റ്റൻസിനുള്ള ഫാക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വാക്വം വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇടുകയാണെങ്കിൽ എന്താ ഒരു ബോളും ഒരു തൂവലും കൂടി ഇട്ട് കഴിഞ്ഞാലും അത് രണ്ടും എന്താണ് ഒന്നിച്ച് താഴെ വീഴും. ഓക്കെ, അവിടെ ആ ഒരു ഉള്ള ഒബ്ജക്റ്റിന്റെ സൈസിന് മാസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താണ് ജിയുടെ ഇക്വേഷൻ വരുന്നത്? GM/r² എന്നുള്ളൊരു ഇക്വേഷൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷേപ്പ്, സൈസ് ആൻഡ് മാസ് ഓഫ് ദ ബോഡി. അതായത് വീഴുന്ന ബോഡിയുടെ ഷേപ്പിനോ സൈസിനോ മാസിനോ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ജി എന്നുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നമ്മുടെ ജീൻ്റെ വാല്യൂ എർത്തിൽ എത്രയാണ്? 9.8 m/s² ആണ്. ഇത് മൂണിൽ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ 1/6 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, മൂണിൻ്റെ സർഫസിൽ വരുന്നത് 1/6 ഓഫ് എർത്തിലുള്ള ജി. ഓക്കെ, അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ പോളിലായിരിക്കും എന്തുണ്ടായിരിക്കുക? ഈ ജീൻ്റെ വാല്യൂ മാക്സിമം ഉണ്ടായിരിക്കുക. അതുപോലെ ഇതിൻ്റെ ഇക്വേറ്റർ ഉണ്ടായിരിക്കും. ഇക്വേറ്ററിലായിരിക്കും മിനിമം വാല്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, പോളിലായിരിക്കും ജീൻ്റെ മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കുക, ഇക്വേറ്ററിൽ മിനിമം വാല്യൂ ഉണ്ടായിരിക്കും. ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി, അതായത് നമ്മുടെ ഈ താഴെ വീഴുന്ന ഒബ്ജക്റ്റ് ഫ്രീ ഫാളിംഗ് ആണ്, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് മാത്രം താഴേക്ക് വീഴുന്നതാണ്. അപ്പോൾ ഈ മോഷൻ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ പോലെ തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അണ്ടറിൽ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ചെറിയ മാറ്റം വരും. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്തൊക്കെയായിരുന്നു? V = U+AT, പിന്നെന്താ S = UT + ½ AT², പിന്നെന്താ V² = U² + 2AS. ഓക്കെ, അപ്പം ഇതിൽ ഈ എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ്, വി എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, ഈ എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് നമ്മുടെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അണ്ടറിൽ വരുമ്പോൾ എന്താ? V = U + GT വരും. ഓക്കെ, കാരണം എന്താ? അവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇനി എസ് എന്നുള്ളത് ഇവിടെ എന്താ? അത് എവിടെ നിന്നാണോ, എത്ര ഉയരത്തിൽ നിന്നാണോ താഴേക്ക് വീഴുന്നത് ആ ഹൈറ്റ് ആണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഓക്കെ, അതായത് എർത്തിന്റെ സർഫസിലേക്ക് എത്ര ഉയരത്തിൽ നിന്നാണോ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് താഴെ വീഴുന്നത് ഈ ഒരു ഹൈറ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. അതാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് അല്ലേ? എച്ച് ഡിസ്റ്റൻസിൽ നിന്നും അല്ല, എച്ച് ഹൈറ്റിൽ നിന്നും താഴെ വീഴുമ്പോൾ അത്രയും സെന്റിമീറ്റർ ആണ്. ഇപ്പോൾ ഒരു മീറ്റർ ഹൈറ്റിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ അതാണ് അതിൻ്റെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എച്ചിൻ്റെ അടുത്ത ഇക്വേഷൻ H = UT + ½ GT². ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് ഒന്നുകൂടി എഴുതാം, വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. V = U + GT, പിന്നെന്താ H ഡിസ്പ്ലേസ്മെന്റ് = UT + ½ GT². അടുത്ത ഇക്വേഷൻ എന്താണ്? V² = U² + 2GH. ഈ താഴെ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കെപ്ലർസ് ലോ ആണ് കേട്ടോ. കെപ്ലർസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ സണ്ണിന്റെ ചുറ്റും എന്താണ് എല്ലാ പ്ലാനറ്റ്സും ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെ, എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിന് ചുറ്റുമായിട്ട് എന്താണ് റിവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടൈം എടുക്കും, ഒരു സർട്ടൻ ടൈം എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും വലം വെക്കുന്നത്. ഒരു എലിപ്റ്റിക്കൽ പാത്ത് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എലിപ്സിന് നമുക്കറിയാം 2 ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒന്നിലായിരിക്കും എന്തുണ്ടായിരിക്കുക? സൺ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് ചുറ്റും പോകുന്ന സമയത്ത് അവിടെ ഒരു റിലേഷൻ ഉണ്ട്. ആ ഒരു റിലേഷനാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഈ ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെ ഒരു തവണ ചുറ്റി വരാൻ എടുക്കുന്ന ടൈമാണ് ടി എന്ന് പറയുന്നത്. ഈ ടി എന്ന് പറയുന്നത്, ഈ ടീൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണലായിരിക്കും? T² = D³ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും വലം വെക്കാനായിട്ട് എടുക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. ആ ഒരു ടൈം എന്ന് പറയുന്നത് ആ ടൈമും അതുപോലെ ഇത് എടുക്കുന്ന ഒരു പാത്ത് ഉണ്ടായിരിക്കുമല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു റിലേഷൻ ഉണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൽ നിന്നും എത്ര ദൂരത്തിലാണോ അതിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എത്ര മനസ്സിലാക്കാം? അതായത് ഈ ടി എന്ന് പറയുന്നത് ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന ടൈം. ഇതാണ് ഫോഴ്സ്. ഇവിടെയാണ് സൺ ഉണ്ടായിരിക്കുക.
ഇവിടെ നിന്ന് ഡി അകലത്തിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ഒരു പ്ലാനറ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലാനറ്റ് സൂര്യനെ ഒരു പ്രാവശ്യം വലം വെക്കാൻ എടുക്കുന്ന ടൈമാണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടി സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ, അതായത് ആ ഒരു സമയത്തിൻ്റെ സ്ക്വയർ ഏതിന് പ്രൊപ്പോർഷണലായിരിക്കും, ഈ സണ്ണും അതുപോലെ തന്നെ ഈ ഒരു പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷണലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് പരിചയപ്പെടാം, മാസ് ആൻഡ് വെയിറ്റ്. ഇതിൽ മാസ് എന്ന് പറയുന്നത് മാസും വെയിറ്റും ഒരിക്കലും എന്താവില്ല, ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് മാസ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് എത്രത്തോളം മാറ്റർ എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്, ആറ്റമാണ്. അപ്പോൾ ഒരുപാട് ഈ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഇതൊക്കെ ചേർന്ന് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ എത്രത്തോളം മാറ്റർ കണ്ടെയ്ൻഡ് ആണോ അതിൻ്റെ വാല്യൂ ആണ് മാസ് എന്ന് പറയുന്നത്. പക്ഷെ വെയിറ്റ് എന്താണ്, വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവാർഡ്സ് എർത്ത്. അതായത് എത്രത്തോളം ഫോഴ്സിലാണ് ഒരു ഒബ്ജക്റ്റിനെ എർത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്, ആ ഒരു ഫോഴ്സാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇക്വേറ്ററിൽ പോയിട്ട് അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ എവിടെയാണ് പോൾസിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ മാസ് ഒരിക്കലും എന്താവില്ല, ഡിഫറെൻ്റ് ആയിരിക്കില്ല. വെയിറ്റ് W = m×g എന്ന് പറയും. ഓക്കെ, അതായത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറുമ്പോൾ എന്ത് ചെയ്യും, ഈ വെയിറ്റ് കൂടും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുകയാണെങ്കിൽ വെയിറ്റും കൂടും. ഇക്വേറ്ററിൽ വരുന്ന സമയത്ത് എന്താ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എന്ന് പറയുന്നത് കുറവാണ്. സോ അവിടെ വെയിറ്റ് കുറവായിരിക്കും. പക്ഷെ പോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ, അവിടെ g എന്നുള്ള വാല്യൂ കൂടുതലാണ്, സോ മാക്സിമം ആണ്. സോ അവിടെ എന്താണ്, മാക്സിമം വെയിറ്റ് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഈ വെയിറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അപ്പോൾ അതെങ്ങനെയാണ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഗ്രാവിറ്റേഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു മെറ്റീരിയലിന് നമ്മളൊരു ഡീഫോർമേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു സ്പ്രിങ് വിചാരിക്കാം. സ്പ്രിങ്ങിനെ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്പ്രിങ് നമ്മൾ പിടിച്ച് വലിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അത് പഴയ രൂപത്തിലേക്ക് തന്നെ മാറും അല്ലേ. റബ്ബർ ബാൻഡൊക്കെ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താ, വലിച്ചിട്ട് വിടുന്ന സമയത്ത് ആദ്യം എന്താണോ ഷേപ്പ് ഉണ്ടായിരുന്നത് അതിലേക്ക് തന്നെ തിരിച്ചു വരും. സോ എന്താണത്, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഓഫ് എ ബോഡി by virtue of which the body acquires its original shape and size after removal of deforming force. നമ്മളൊരു ഡീഫോമിങ് ഫോഴ്സാണ് അവിടെ കൊടുക്കുന്നത് അല്ലേ. അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഷേപ്പും ഇതൊക്കെ എന്താണ്, മാറുകയാണ്, ലെങ്ത് ഒക്കെ മാറുകയാണ്. റബ്ബർ ഒരു സ്പ്രിങ് നമ്മൾ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ലെങ്ത് ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അത് പഴയ ഷേപ്പിലേക്ക് തന്നെ മാറും. ഓക്കെ, പഴയ സൈസും ഷേപ്പിലേക്ക് തന്നെ മാറും. അപ്പം അങ്ങനെ മാറാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഇലാസ്റ്റിസിറ്റി. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ഓഫ് എ ബോഡി ബൈ വിർച്യൂ ഓഫ് വിച്ച് ബോഡി അക്വയർസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പ്രിങ്ങിൽ താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ആ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഇനിഷ്യൽ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇനി നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡീഫോമിംഗ് ഫോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഡീഫോമിംഗ് ഫോഴ്സ്. അതായത് നമ്മൾ ഒരു ബോഡിയുടെ അത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിലൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന ആ ഫോഴ്സിനെയാണ് എന്ത് പറയുക, ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയാം. നമ്മൾ അവിടെ സ്പ്രിങ്ങിനെ വലിച്ച് നീട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇല്ലേ, ആ ഒരു ഫോഴ്സാണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഓക്കെ, സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. ഓക്കെ, ഏറ്റവും ഇലാസ്റ്റിക് ആയിട്ടുള്ളത് സ്റ്റീലാണ്, റബ്ബർ അല്ല. ഓക്കെ, ഇനി സ്ട്രെസ് എന്താണെന്ന് പഠിക്കാം. അടുത്ത പ്രോപ്പർട്ടിയാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ദ ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ഡീഫോംഡ് ബോഡി ഈസ് കോൾഡ് സ്ട്രെസ്. അതായത് നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് എക്സർട്ട് ചെയ്തു ഒരു ബോഡിയിലേക്ക്, അപ്പോൾ അത് റിലീസ് ചെയ്ത ഉടനെ അത് തിരിച്ച് വരാനുള്ള, അവിടെ നമ്മൾ സ്പ്രിങ് വലിക്കാൻ നമുക്കൊരു ഫോഴ്സ് അനുഭവപ്പെടില്ലേ. സ്പ്രിങ് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുവാണോ, ഒരു ത്രെഡ് നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് വലിക്കുന്ന പോലെ വരുമോ, ഇല്ല. സ്പ്രിങ് നമ്മൾ വലിക്കുമ്പോഴെന്താ, ഉള്ളിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അതായത് അതിന് തിരിച്ച് പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ച് പോകാനായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ ഇതെടുക്കുകയാണ്, ഇതിനെ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ നമ്മളൊരു സ്പ്രിങ് തന്നെ സങ്കല്പിക്കാം. സ്പ്രിങ്ങിൻ്റെ കേസിൽ എന്താ, സ്പ്രിങ്ങിൻ്റെ കേസിൽ ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ്ങിനെ വലിക്കുമ്പോൾ എന്താ, സ്പ്രിങ് നമ്മൾ ഇങ്ങോട്ട് വരും. പക്ഷേ ഈ സ്പ്രിങ് തിരിച്ചു പോകാനായിട്ട് അവിടെ ഇൻറ്റേർണലി ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഓക്കെ, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഇപ്പോൾ ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ അനുഭവപ്പെടുന്ന ആ ഫോഴ്സ് ആണ് എന്ത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ഡീഫോംഡ് ബോഡി. ഓക്കെ, നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകാനായിട്ടുള്ള ആ പഴയ ഷേപ്പിലേക്ക് മാറാനായിട്ടുള്ള ഒരു ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പം ഇതിൻ്റെ എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, ഇല്ലെങ്കിൽ എന്താ പാസ്കൽ എന്ന് പറയും. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ലെങ്ത്, വോളിയം, ഷേപ്പ് ഓഫ് ദ ബോഡി പെർ യൂണിറ്റ് ഓഫ് ദ ഒറിജിനൽ വാല്യൂ അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. അതായത് സ്പ്രിങ് നോർമലി ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പം ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇനി നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. കുറച്ച് ഇപ്പുറത്തോട്ട് വരയ്ക്കാം. ഒരു സ്പ്രിങ് നോർമലി ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ L ആണ്. സോ ഞാൻ ഇതിലൊരു ഫോഴ്സ് കൊടുത്തു, താഴെ ഒരു ഫോഴ്സ് കൊടുത്തു, ഒരു വെയിറ്റ് എന്തെങ്കിലും തൂക്കിയിട്ടു. സോ അതെന്താണ്, ചെറുതായിട്ട് അതിൻ്റെ ലെങ്ത്തിൽ മാറ്റം ഉണ്ടായി അല്ലേ. അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോൾ L പ്ലസ് ഡെൽറ്റ L വരും. ഇത്രയാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. ഇതിൻ്റെ കൂടെ എന്താണ് ഒരു ഡെൽറ്റ L, ചേഞ്ച് ഇൻ ലെങ്ത് കൂടെ ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ അതുപോലെ ഇതിൻ്റെ വോളിയത്തിൽ മാറ്റം ഉണ്ടാവാം, ഷേപ്പിൽ മാറ്റം ഉണ്ടാവാം. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് ഇവിടെ പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ ബോഡി പെർ യൂണിറ്റ് ഓഫ് ഒറിജിനൽ വാല്യൂ അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. അതായത് ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് വോളിയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിലൊരു എക്സാമ്പിൾ ലെങ്ത്തിൻ്റെ കേസ് എടുത്താൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി വോളിയത്തിന് വരികയാണെങ്കിൽ എന്താ, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. ഇതുപോലെയാണ് എന്ത് അടുത്ത ഷേപ്പിൻ്റെ കേസ് വരുന്നത്, ചേഞ്ച് ഇൻ ഷേപ്പ് ഡിവൈഡ് ബൈ ഒറിജിനൽ ഷേപ്പ്. അങ്ങനെയാണ് സ്ട്രെയിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സ്ട്രെയിൻ ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. കാരണം എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് ഇപ്പം നമ്മൾ മീറ്ററിൽ ലെങ്ത് എടുക്കുകയാണെങ്കിൽ അവിടെ മുകളിൽ മീറ്റർ ആയിരിക്കും, ഒറിജിനൽ ലെങ്ത് മീറ്ററിലാണ്. സോ എന്താണ്, മീറ്ററും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ അതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ്. ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഫ്ലോ വെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. അതായത് ഒരു സബ്സ്റ്റൻസിൽ ഒരു ഫോഴ്സ്, ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാകുന്നതിനെ വിചാരിക്കാം. അപ്പോൾ അത് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ്സും ഗ്യാസസും ഒക്കെ എന്താണ്, ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. നമ്മുടെ എയർ ഒക്കെ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ P ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് ആക്ടിംഗ് നോർമലി ഓൺ യൂണിറ്റ് ഏരിയ ഓഫ് സർഫസ്. അതായത് ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ഏരിയയിലേക്ക് ഇപ്പം A ആണെന്ന് വിചാരിക്കുക, ഇവിടത്തേക്ക് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സ് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, സർട്ടൻ വാല്യൂ ഉണ്ടായിരിക്കും, ദാറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സിൻ്റെ നോർമലി വരുന്ന യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയ എടുത്ത് മീറ്റർ സ്ക്വയർ ആണ്. സോ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്, പ്രഷർ P ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിൽ തന്നെ ഈ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എന്താണ് ഫോഴ്സിൻ്റെ പ്രഷറിൻ്റെ ഡെഫിനിഷൻ എന്ന് മനസ്സിലാക്കാം. എന്താണത്, ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ യൂണിറ്റ് ഏരിയ, ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അടുത്തതാണ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. ദ gaseous envelope surrounding the earth is called atmosphere. സോ അറ്റ്മോസ്ഫിയർ എന്താണ്, നമ്മുടെ എർത്തിന് ചുറ്റുമായിട്ടുള്ള ഗ്യാഷ്യസ് എൻവലപ്പ് ആണ് അറ്റ്മോസ്ഫിയർ. ഈ ഒരു അറ്റ്മോസ്ഫിയർ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷറിനെയാണ് അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലായിരിക്കും മാക്സിമം ഉണ്ടായിരിക്കുക. ഇത് എന്താണ്, എർത്തിൻ്റെ സർഫസിൽ എത്രത്തോളം ഹൈറ്റിലേക്ക് പോകുന്നു അത്രത്തോളം ഈ ഒരു പ്രഷർ കുറയും. ഓക്കെ, അറ്റ്മോസ്ഫെറിക് പ്രഷർ
കുറയും. നമ്മൾ ഒരുപാട് ആൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് എർത്തിൻ്റെ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരും. ഓക്കെ, എർത്തിൻ്റെ സർഫസിലായിരിക്കും മാക്സിമം ഉണ്ടായിരിക്കാം. ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓൺ സർഫസ് ഓഫ് എർത്ത് അറ്റ് സീ ലെവൽ, അതായത് സമുദ്രനിരപ്പിന് നേരെ ഉള്ള സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ, സമുദ്രനിരപ്പിന് സെയിം ആയിട്ടുള്ള എർത്ത് സർഫസിൽ അവിടെ അനുഭവപ്പെടുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് 1 atm. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ പറയുകയാണെങ്കിൽ 1.013 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ അത്രയും പാസ്കൽ എന്ന് പറയും. ഓക്കെ, എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയും. പിന്നെ CGS, അതായത് സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് യൂണിറ്റ് ഉണ്ടായിരുന്നു. ES യൂണിറ്റ് ഒക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ 9/cm²ലാണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറയുന്നത്. നോർമലി നമ്മൾ എന്തിലാണ് പറയുക, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കലിൽ പറയാം. ഓക്കെ, അപ്പോൾ 1 atm ഈസ് ഈക്വൽ ടു എത്രയാണ്, 1 atm ഈസ് ഈക്വൽ ടു 1.013 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ അത്രയും പാസ്കൽ. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുക നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഓൾസോ മെഷേർഡ് ഇൻ millimeter or centimeter ഓഫ് മെർക്കുറി കോളം. ഇറ്റ് ഈസ് ഓൾസോ മെഷേർഡ് ഇൻ ടോർ. അതായത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ മെർക്കുറി വെച്ചിട്ടൊക്കെ ചെയ്യുന്ന, മെർക്കുറിയുടെ ആ ഒരു എത്ര സെൻറ്റിമീറ്റർ റൈസ് ചെയ്യുന്നു അതിനനുസരിച്ച് പ്രഷർ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ 1 ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 millimeter ഓഫ് മെർക്കുറി ആണ്. ഈ ടോറിലും കൂടി പ്രഷർ അളക്കാറുണ്ട്. അപ്പോൾ 1 millimeter ഒരു ചേഞ്ച് എന്താണ്, ഈ മെർക്കുറി ലെവലിൽ മാറ്റം വന്ന് അവിടെ 1 ടോർ പ്രഷറിൽ മാറ്റം വന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ യൂസ്ഡ് ഫോർ മീറ്റിയോറോളജിക്കൽ പർപ്പസസ് കോൾഡ് ബാർ. അതായത് കാലാവസ്ഥ നിരീക്ഷണ ഇതിലൊക്കെ അവർ പറയുന്ന സമയത്ത് ബാറിലായിരിക്കും പറയുക, അവിടെ പാസ്കലിലല്ല പറയുക. അവിടെ 1 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵ പാസ്കലാണ് 1 ബാർ. ഓക്കെ, ഒരു മില്ലി ബാർ എന്ന് പറയുന്നത് 10⁻³ ബാറാണ്, അത് 100 പാസ്കലായിരിക്കും. ഓക്കെ, ഒരു മില്ലി ബാർ എന്ന് പറയുന്നത് 100 പാസ്കലാണ്. അടുത്ത കൺസെപ്റ്റാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ മാസ് ഡിവൈഡ് ബൈ അതിൻ്റെ ടോട്ടൽ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് kg/m³ ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്താ, മാസിനെ നമ്മൾ നോർമലി കിലോഗ്രാമിലാണ് പറയാം, പെർ വോളിയം. അപ്പോൾ എന്താ, വോളിയത്തിൻ്റെ യൂണിറ്റ് പറയുന്നത് m³ ആണ്. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കാലാർ ക്വാണ്ടിറ്റി ഹാവിങ് എസ് യൂണിറ്റ് എന്താണ്, സെയിം തന്നെയാണ്, kg/m³ തന്നെയാണ്. ഇറ്റ് ഈസ് എ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ടു ദാറ്റ് ഓഫ് അതായത് വാട്ടറിൻ്റെ 4°C എത്രയാണോ ഡെൻസിറ്റി വരുന്നത് അതും നമ്മുടെ സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി നമ്മുടെ ഒരു റേഷ്യോ ആണ് എന്ത്, റിലേറ്റീവ് ഡെൻസിറ്റി. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കാലാർ ക്വാണ്ടിറ്റി ഹാവിങ് എസ് യൂണിറ്റ് kg/m³. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ടു 4°C. ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, വാട്ടറിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി പറയാം. ഏത് ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണോ നമ്മൾ കാണേണ്ടത് അതെന്താ, ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C. 4°C ഉള്ള സമയത്ത് വാട്ടറിലെ മോളിക്യൂൾസ് ഒക്കെ അടുത്തടുത്തായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത്. സോ അപ്പോൾ ആ ഒരു ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ അവിടെ വരുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റും ആ 4°C വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിൽ നമ്മൾ എന്താണ് ഒരു റേഷ്യോ എടുക്കുകയാണ്. അപ്പോൾ ആ റേഷ്യോ ആണ് എന്ത്, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C ഇസ് 1 × 10⁻³ kg/m³. ഓക്കെ, അപ്പോൾ ഇതാണ് 1 × 10⁻³ kg/m³ ആണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ടു 4°C. പക്ഷേ ഐസിൻ്റെ വരുന്നത് 0.9 g/cm³ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റ് നോക്കാം, പാസ്കൽസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പ്രഷർ അപ്ലൈഡ് ടു എ ഫ്ലൂയിഡ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു എവറി പോയിന്റ് ഓഫ് ദ ഫ്ലൂയിഡ്.
ആൻഡ് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അതായത് നമ്മളൊരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങനെ എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോഴ്സ് ആ ഒരു എന്താണ് ആ ഒരു വെള്ളം എവിടെയൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടോ അവിടെ ഒക്കെ ഈക്വലി അനുഭവപ്പെടും. നമ്മൾ എന്താണ് ഒരു കുപ്പി എടുത്തിട്ട് എന്ത് ചെയ്യാണ്, കുപ്പിയിൽ ഫുള്ള് വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ എല്ലാ സൈഡിലും ഹോൾ ഇട്ടാലും അതിലൂടെ ഒക്കെ എന്താ ഒരുപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വെള്ളം പുറത്തേക്ക് പോകുന്നത്. കാരണം അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഒരു പാസ്കൽസ് ലോ ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? നിങ്ങൾ സർവീസ് സ്റ്റേഷനിലൊക്കെ ഈ ഹൈഡ്രോളിക് പവർ യൂസ് ചെയ്തിട്ട് ഈ വെഹിക്കിൾസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഈ ഒരു പാസ്കൽസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു 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 ചെറിയൊരു ട്യൂബായിട്ട് ഇവിടെ നിന്ന് എന്താ കുറേ ലെവൽ ട്യൂബ്സ് വരെ വെച്ചിട്ടുണ്ടാവും, സൈഡിലേക്ക് കുറേ ട്യൂബ്സ് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് മുകളിൽ എന്താ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് ട്യൂബിലും ഒരേ ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, വാട്ടറിൻ്റെ ലെവൽ റേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പറയുന്ന ലോ ആണെന്ത്, പാസ്കൽസ് ലോ. ഓക്കെ, എന്താ അവിടെ പറയുന്ന, പ്രഷർ അപ്ലൈഡ് ടു എ ഫ്ലൂയിഡിൻ്റെ ക്ലോസ്ഡ് കണ്ടെയ്നർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു എവറി പോയിന്റ് ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഇനി അടുത്ത കൺസെപ്റ്റാണ് ബോയൻസി എന്ന് പറയുന്നത്. ദ അപ്വേർഡ് ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ലിക്വിഡ് ഓൺ ദ ഒബ്ജക്ട്സ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്. അതായത് നമ്മൾ വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിലിടുകയാണെങ്കിൽ ഈ വെള്ളം എന്ത് ചെയ്യും, മുകളിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് എക്സേർട്ട് ചെയ്യും. ആ ഒരു ഫോഴ്സാണ് ബോയൻസി എന്ന് പറയുന്നത്. ഈ ഒരു ബോയൻസി വെച്ചിട്ടാണ് നമ്മൾ കപ്പലൊക്കെ വെള്ളത്തിൽ പോകുന്നത്. ഓക്കെ, കപ്പലുകളൊക്കെ വെള്ളത്തിൽ പോകുന്നത് എന്താണ്, ഈ ഒരു ബോയൻസി എന്നുള്ളൊരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നോക്കാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്, വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ അപ്വേർഡ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് വെയ്റ്റ്. അതായത് അവിടെ എന്താ പറയുന്നത് വെച്ചാൽ, എന്തെങ്കിലും ഇപ്പോൾ ഒരു വലിയൊരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളമുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാണ്, വലിയൊരു ബോൾ ഇടുകയാണെന്ന് വിചാരിക്കാം. ഇത് ഫുള്ള് വെള്ളമുണ്ട്, എന്തെങ്കിലും ഇനി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുള്ളൊരു കേസാണെന്ന് വിചാരിക്കാം. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ഇതിലേക്ക് മുക്കി. ആ സമയത്ത് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എന്താ, ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് ഇതിനകത്തേക്ക് ഇട്ട സമയത്ത് കുറച്ച് വെള്ളം പുറത്ത് പോകുമല്ലോ. കാരണം എന്താ, എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം പുറത്ത് പോകുന്ന പോലെ ഇതിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ഇതിലേക്ക് ഇട്ട സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് പോയി. അപ്പോൾ ഈ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് കാരണം റീപ്ലേസ് ചെയ്ത് പുറത്തേക്ക് പോയ വെള്ളത്തിന് അതിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി അല്ലെങ്കിൽ ഒരു മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒരു വാട്ടർ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടെയ്നറിലേക്ക് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ അപ്വേർഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പഠിച്ചില്ല, ബോയൻസി പഠിച്ചിരുന്നു. അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിൻ്റെ അളവ് എന്താണെന്നാണ് ഈ ഒരു ലെവൽ പറയുന്നത്. ആ ഫോഴ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇനി നിൽക്കാൻ സ്ഥലമില്ല. സോ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഹോൾ ഒബ്ജക്റ്റ് ആണ്. സോ അത് അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് പോകും. അതിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ വെയ്റ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ഫ്ലൂയിഡ്. ഈ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എയറിൽ മെഷർ ചെയ്യുക, ദാറ്റ് മൈനസ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫ്ലൂയിഡിൽ എന്തായാലും ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കുറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വെള്ളത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ലിഫ്റ്റ് ചെയ്തെടുക്കാനുള്ള ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ ഈ വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ എയറിലുള്ള വെയിറ്റ് മൈനസ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോഴ്സിന് ഈക്വൽ ആയിരിക്കുന്നത് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ വെയിറ്റ്. ആ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസാണ് ഫ്ലോട്ടിംഗ് ഓർ സിങ്കിങ്. അതായത് ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വാട്ടർ സർഫസിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ താഴോട്ട് വീഴും എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഒബ്ജക്ട്സ് ഹാവിങ് ഡെൻസിറ്റി ലെസ് ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡ് ഇൻ വിച്ച് ദേ ആർ ഇമ്മേഴ്സ്ഡ് ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. അതായത്
നമ്മൾ വെള്ളത്തിലേക്ക് ഡെൻസിറ്റി കുറഞ്ഞ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അതെന്താണ്, താഴേക്ക് പോയില്ല, അത് മുകളിൽ തന്നെ നിൽക്കും. ഇപ്പോൾ വാട്ടറിനെക്കാളും ഡെൻസിറ്റി കുറഞ്ഞ കെറോസിൻ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വാട്ടറിന്റെ മുകളിൽ ആ കെറോസിൻ അവിടെ തന്നെ നിൽക്കും, അത് താഴേക്ക് പോയില്ല. ഓക്കെ. അതുപോലെ ഇഫ് ഡെൻസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് മോർ ദാൻ ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ്. ഇപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു ആണിയോ ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് താഴേക്ക് പോകും. കാരണം നമ്മൾ അവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന, അതായത് അത് ഇട്ടിരിക്കുന്ന വാട്ടറിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. ഓക്കെ. ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. 2 കാര്യങ്ങളാണ്, ഫ്ലോട്ടിങ് അതുപോലെ സിങ്കിങ്ങും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ വെള്ളം എടുത്തിരിക്കുകയാണ്, അപ്പം ഏതിലേക്കാണോ ഇടുന്നത് അതാണ് ഇമ്മേഴ്സിങ് ഫ്ലൂയിഡ്. അപ്പം അതിൻ്റെ ഡെൻസിറ്റി കുറവാണെങ്കിൽ ഇടുന്ന ഒബ്ജക്റ്റിനേക്കാൾ ആ ഇമ്മേഴ്സിങ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി കുറവാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന എന്താണോ താഴേക്ക് ഇടുന്നത് അത് താഴെ പോകും. ഓക്കെ. ഇനി നമ്മുടെ ഇമ്മേഴ്സ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഡെൻസിറ്റി കൂടുതലാണ്, നമ്മൾ ഇടുന്ന ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി കുറവാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും, താഴേക്ക് പോവില്ല. വോളിയം ഓഫ് ഷ്രിങ്കിങ് പാർട്ട് ഓഫ് ദ ബോഡി ഈക്വൽ ടു മാസ് ഓഫ് സോളിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. അതായത് എത്രത്തോളം പാർട്ട് സിങ്ക് ചെയ്ത് താഴേക്ക്, അതായത് വെള്ളം ഈ പറഞ്ഞിരിക്കുന്ന ലിക്വിഡിൽ താഴേക്ക് പോകുന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് മാസ് ഓഫ് ദ സോളിഡ്, നമ്മൾ ഇടുന്ന സോളിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ലിക്വിഡ് സർഫസസ് ടു ഷ്രിങ്ക് ഇൻ ടു ദ മിനിമം സർഫസ് ഏരിയ പോസിബിൾ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ മഴക്കാലത്തൊക്കെ അല്ലെങ്കിൽ മഴക്കാലത്തും മഞ്ഞുകാലത്തൊക്കെ ആയിട്ട് ഈ ലീഫ് സർഫസിൽ വെള്ളം ഇങ്ങനെ ബോൾസ് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അതിന് കാരണം എന്താണ്, സർഫസ് ടെൻഷനാണ്. അതായത് ഈ ലിക്വിഡ്സ് നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ വെക്കുകയാണെങ്കിൽ അവിടെ അത് ഏറ്റവും മിനിമം വോളിയത്തിലേക്ക് ഷ്രിങ്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അതിനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിങ്ങനെ സ്ഫെറിക്കൽ ഷേപ്പിൽ ചേമ്പിൻ്റെ ഇലയോടൊക്കെ മുകളിൽ ഇങ്ങനെ കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, ഇല്ലെങ്കിൽ ജൂൾസ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, അതായത് അതിനൊരു ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഈ ഒരു സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഇമാജിനറി ലൈൻ ഡ്രോൺ ഓൺ ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. അതായത് നമ്മളിപ്പോൾ ലിക്വിഡ് ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഇമാജിനറി ലൈൻ, ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ഇമാജിനറി ലൈൻ, സോറി. ഓക്കെ. അതായത് ഇതൊരു സർഫസ് ആയിരിക്കില്ല, അപ്പോൾ ഇവിടെ ഈ ഒരു സർഫസിന് 2 എൻഡിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഓക്കെ. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്, അതാണ് ഇവിടെ ഇക്വേഷൻ വരുന്നത്. സോ എന്താണത്, ന്യൂട്ടൺ പെർ മീറ്റർ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സോ ഈ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യൂണിറ്റ് എന്നുള്ളതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഡെഫിനിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. എന്താണത്, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ലിക്വിഡ് ഡ്രോപ്സ് ആർ സ്ഫെറിക്കൽ ഡ്യൂ ടു പ്രോപ്പർട്ടി ഓഫ് സർഫസ് ടെൻഷൻ. കാരണം എന്താ, സർഫസ് ടെൻഷൻ ഉള്ളത് അവിടെ ടെൻഡൻസി വരുന്നത് അതിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, ടെൻഡൻസി ഓഫ് ഫ്ലൂയിഡ്സ് ടു ഒക്കർ മിനിമം ഏരിയ. ഓക്കെ. മിനിമം ഏരിയയിൽ ഒക്കർ ചെയ്യാൻ വേണ്ടി അതെന്ത് ചെയ്യും, ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ മിനിമം സർഫസ് ഏരിയയിൽ ഈ ഒക്കർ ചെയ്യാനുള്ള ഈ ഒരു ടെൻഡൻസി കാരണമാണ് എന്തുണ്ടായിരിക്കുന്നത്, ഈ ലീഫിൻ്റെ മുകളിലൊക്കെ സ്ഫെറിക്കൽ ഷേപ്പിൽ ലിക്വിഡ് ഡ്രോപ്സ് ഉണ്ടാവുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഓപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് അഡ്ജസൻറ്റ് ലെയേഴ്സ്. വിസ്കോസിറ്റി ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഈസ് 0. അതായത് നമ്മൾ ഒരു ലിക്വിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് അതിനകത്ത് കൂടെയുള്ള മോഷൻ അതിനെ എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുക്കുകയാണ്, മറ്റൊരു കണ്ടെയ്നറിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പെയിൻറ് എടുക്കുകയാണ്. നമ്മളൊരു ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഈ വെള്ളത്തിൽ നമ്മളിങ്ങനെ ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു ഫോഴ്സ് ഒന്നും അനുഭവപ്പെടില്ല. നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പെയിൻറ് കണ്ടന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കണ്ടെയ്നറിലിട്ട് നമ്മൾ കറക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്കുന്നതിന് ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഓപ്പോസ് ചെയ്യുന്ന ആ മോഷനെ എതിർക്കുന്ന
ഒരു ഫോഴ്സ് ആണ് എന്ത്, ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടറിനാണെങ്കിലും ചെറിയൊരു ഫോഴ്സ് ഓഫ് ഓപ്പോസിഷൻ അവിടെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് എന്തെങ്കിലും അറിയുന്നില്ല. ഒരു ഐഡിയൽ ലിക്വിഡിൻ്റെ അല്ല ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കൺസെപ്റ്റുകളെ പഠിക്കാനുള്ളൂ. നിങ്ങളപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.